സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുമ്പ് കട്ട് ചെയ്ത് വെച്ച പ്രിൻസസ് കട്ട് ബ്ലൗസ്. അതിൻ്റെ കട്ടിങ് ഞാൻ കാണിച്ചിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ഇത് കൈയാണ്. സ്ലീവ് മാറ്റി വെക്കുക. നമുക്ക് ബാക്ക് പാർട്ട് മാറ്റി വെച്ചു. നമുക്കിപ്പോൾ എടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസ്. ഫ്രണ്ട് പീസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഫ്രണ്ട് വരുന്നത്. ഇതാണ് ഫ്രണ്ടിൻ്റെ ഒരു ഭാഗം. ഇനി ഇതിനെങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശം എടുക്കുക. ഇത് രണ്ട് ഫ്രണ്ടിൻ്റെ പ്രിൻസസ് കട്ട് ചെയ്ത് വെച്ച രണ്ട് പാർട്സുകളാണ്. ഇത് നോക്കിയെടുക്കുകയാണ്. ഇതാണ് ഇത് ജോയിൻറ്റ് ചെയ്യേണ്ടത്. നോക്കിക്കഴിഞ്ഞാൽ നല്ല വശമുണ്ട്. അപ്പം നല്ല വശം തന്നെ നോക്കിയിട്ട് ഇതാണ് റിഗാളിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗം. ഈ റിഗാളിൻ്റെ ഭാഗം ഇങ്ങനെ ഇവിടെ വെക്കുക. ഇത് താഴോട്ട് വരുന്ന ഭാഗമാണ്. അപ്പം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ താഴെ എങ്ങനെയെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മളിപ്പോൾ താഴെ എടുക്കുകയാണ്. താഴെന്ന് മേലോട്ട് ചെയ്ത് പോവുക. അപ്പം ഇതാണ് ഇതിൻ്റെ പാർട്ട്. ഇതിങ്ങനെ തന്നെ വെക്കുക. താഴെ വെച്ചിട്ട് ഇതാണ് ശ്രദ്ധിക്കുക. കട്ടിങ് സ്റ്റിച്ചിങ് നോക്കുക. പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് മനസ്സിലായതുകൊണ്ട് നമ്മളോട് കളിച്ചില്ല. ഇത് താഴെ ഭാഗമാണ്. ഇത് ഈ കാണുന്നത് കഴുത്ത്. ഇപ്പോൾ ഇത് നമുക്ക് ഇതാക്കി ഇത് മേൽഭാഗം കഴുത്താണ് ഈ കാണുന്നത്. ഇത് കഴുത്ത്. ഇത് റിഗാളിൻ്റെ ഭാഗം. താഴെ ഭാഗത്തുനിന്ന് ഇങ്ങനെ താഴത്തുനിന്ന് വെക്കുക. ഇത് താഴെ ഭാഗം. ഇത് താഴെ ഭാഗമായിട്ടാണ് വരിക. അപ്പോൾ താഴെ ഭാഗത്തുനിന്ന് താഴെ ഭാഗം ഇങ്ങനെ താഴെ ഒപ്പം വെച്ചിട്ട് ഇത് മെഷീനിലോട്ട് കൊണ്ടുവരിക. മെഷീൻ്റെ ലൈറ്റ് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ സൗകര്യമായി. ഇങ്ങനെ താഴത്തുനിന്ന് ഇതാ കെട്ടിട്ട് കൊടുത്തിട്ട് അടിഭാഗം വലിയാതെ ശ്രദ്ധിക്കുക. ഇവിടെ റൗണ്ടിലാണ് വരിക. കുത്തി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വലിയാതെ ശ്രദ്ധിക്കണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും ഒരു ഭാഗം. പ്രിൻസസ് കട്ട് ഒരു ഭാഗം ഒരു സൈഡ് ഇങ്ങനെ വന്നു. ഇനി അതുപോലെ തന്നെ ഇതിനെ മേലോട്ടിട്ടിട്ട് മറ്റു ഭാഗം നമ്മൾ അടിഭാഗത്തുനിന്ന് വെച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിയാതെ ശ്രദ്ധിക്കുക. കെട്ടിട്ട് കൊടുക്കുക. പ്രിൻസസ് കട്ട് ബ്ലൗസ് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. കട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ റൗണ്ടിൽ വരുന്ന ഷേപ്പായിട്ട് നിൽക്കും. പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇത്രയേ ഉള്ളൂ. പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത് ഇതാണ് പ്രിൻസസ് കട്ട്. ഫ്രണ്ട് പാർട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇതിന് കഴുത്താണ് വരുന്നത്. കഴുത്തിട്ട് കൊടുക്കണം. ഇവിടെ റിഗാളിൻ്റെ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് റെഡിയാക്കാനുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക. ഈ ഭാഗം അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാനുണ്ട്. കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുത്ത് ഇനി ഇതിനെ സൈഡിലോട്ട് തുമ്പിട്ടിട്ട് ഓവർലോക്കൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഓവർലോക്ക് സൗകര്യമില്ല. ഞാൻ കാണിച്ചു തരാം ചെയ്യേണ്ടത്. ഈ തുമ്പ് ഇത് ഉള്ളിലെ തുമ്പ് ലോക്ക് ചെയ്ത് കളയണം. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു ഡബിൾ മേലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. മേലെ സ്റ്റിച്ച് കൊടുത്താൽ നല്ല പതിഞ്ഞ് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച്. അതിൻ്റെ അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഇപ്പോൾ കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഇതാണ് അതുപോലെ ഇരിക്കും. അപ്പം നമ്മൾ ഇതിന്മേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്താണ് ഇടേണ്ടത്. കഴുത്ത് ഇതുപോലെ ഒരു പീസ് എടുക്കുക.
ഇതുപോലെ തന്നെ ഒരു കഷ്ണം ബീല് വെട്ടിയെടുക്കുക. ക്യാൻവാസിലാണ് ഇടേണ്ടത്. ഇവിടെ ക്യാൻവാസ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പീസിലിട്ട് കാണിച്ചു തരാം. ഇതിനനുസരിച്ച് ക്യാൻവാസ് വെട്ടണം. ഇതേ ബീല് ഇതേപോലെ തന്നെ ക്യാൻവാസ് വെട്ടിയിട്ട് ഇട്ട് കൊടുത്ത് അടിച്ച് മറിച്ചിട്ട് നല്ല വശത്തോട്ടും നല്ല വശത്തുനിന്ന് പുറകോട്ട് മറിച്ച് കൊടുക്കുക ഉള്ളിലോട്ട്. എന്നിട്ട് കഴുത്തിന് ഒരു സ്റ്റിച്ചും ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴുത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. തൽക്കാലം നമ്മൾ പീസ് ഇട്ട് മറിക്കുക. ഇനി ഒരു പീസിനെ എടുക്കുക. ഇതൊക്കെ പീസൊന്നും ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പീസൊക്കെ നിങ്ങൾ കാണാൻ വെട്ടി ലെവലാക്കുന്നത്. നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്, പഠിക്കേണ്ടവർക്കാണ് ഇത് വീഡിയോ. കണ്ട് പഠിക്കാൻ എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ പഠിക്കുക. അതിനു വേണ്ടിയാണ് ഇതുപോലെ ഒരു പീസ് നമ്മളെടുത്ത് ഇതുപോലെ ഒരു കഷ്ണം വെട്ടി എടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല ഭാഗം ഇതിന് പുറത്തോട്ടാണ് ഉള്ളോട്ടാണ് വരേണ്ടത്. അപ്പം നല്ല ഭാഗത്തും ഇതിനെ വെച്ച് കൊടുക്കുക. ക്യാൻവാസിലാണ് ചെയ്യേണ്ടത്. ഞാൻ തൽക്കാലം പീസിലിട്ട് കാണിച്ചു തരാം. അടിച്ച് മറിച്ച് കൊടുക്കുകയാണ് നമ്മളിതിനെ. കറക്റ്റായിട്ട് ക്യാൻവാസ് ഇട്ട് ഈ കറക്റ്റ് മീൽ വെട്ടിയെടുക്കണം. ക്യാൻവാസിൽ ചെയ്താലാണ് വൃത്തി കിട്ടുക. ഇത് ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രമല്ല. ഇതിൽ ചെയ്താൽ ഫിനിഷിങ് ഉണ്ടാവില്ല. ഫിനിഷിങ് കിട്ടണമെങ്കിൽ ക്യാൻവാസിൽ ചെയ്യണം. നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടവർ ഇങ്ങനെ ചെയ്ത് പഠിക്കുക. നല്ല ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് ക്യാൻവാസ് ഇട്ട് തന്നെ തയ്ച്ചെടുക്കും. ഇനി ഇതിന് ഇതിപ്പോൾ നമ്മൾ കഴുത്തിന് ഒരു പീസ് വെച്ച് കൊടുത്തു. ഇനി ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ വി ആകൃതിയിൽ തന്നെ ആ ഉള്ളിൻ്റെ പീസിന് കട്ട് ചെയ്തിട്ട് മാറ്റുക. ചെറിയൊരു വെട്ട് ഇട്ട് കൊടുക്കുക. വെട്ട് സ്റ്റിച്ചിൻ്റെ അപ്പുറം കയറി പിടിക്കരുത്. ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു വെട്ടിട്ട് കൊടുത്ത് ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് വലിച്ചെടുത്തെടുക്കുക. ഒന്ന് നഖം വലിച്ചു കൊടുക്കുക എന്ന് പറയും. അത് ചെയ്യുന്നത് ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അടിക്കുന്ന സമയത്ത് പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനെ ഒരു മേലേക്ക് വെച്ച് കൊടുക്കുക. കറക്റ്റ് തുമ്പ് പീസിൻ്റെ ഭാഗത്തോട്ട് മറിച്ച് കൊടുത്തിട്ട് മേലെ കൊടുക്കുക. ഇനി ഈ പീസിനെ നമ്മൾ ഉള്ളോട്ട് ഇങ്ങനെ മറിച്ച് പിടിച്ചിട്ട് കിനാരി എന്ന് പറയും, തെല്ലിന് ചവിട്ട് വീതിക്ക് എടുക്കേണ്ടത്. ചവിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിഞ്ചിനാണ് ചവിട്ട് വീതി എന്ന് പറയുന്നത്, കാലിഞ്ചി. അങ്ങനെയും ചെയ്യാം, തെല്ലിനും ചെയ്യാം. നമ്മളിപ്പോൾ തെല്ലിനാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഈ സമയത്ത് ഇതൊക്കെ നല്ലോണം നഖം വലിച്ചിട്ട് വി നന്നായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് വലിച്ച് റെഡിയാക്കി കൊടുക്കുക. ഇസ്തിരിയിട്ട് ലെവലാക്കിയാൽ എത്രയും നല്ലത്. നമ്മൾ ഓരോരുത്തർക്ക് അവരവരുടെ ഡ്രസ്സ് തയ്ക്കുമ്പോൾ നന്നായിട്ട് നല്ല വൃത്തിയിൽ ചെയ്യുക. അപ്പോൾ ഒന്ന് ഇസ്തിരി ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഉള്ള ടൈമിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഈ വീഡിയോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇസ്തിരിയിട്ട് ലെവൽ ചെയ്യുക, ക്യാൻവാസിൽ ചെയ്യുക. ഫ്രണ്ടിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ് കണ്ടോ. കറക്റ്റ് വി നെക്ക് വന്നു. നല്ല രസമായിരിക്കും വി നെക്കിന്. ഇങ്ങനെ അത്യാവശ്യം വൈഡും കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, റിഗാളിൻ്റെ നമ്മളെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഷേപ്പ് താഴോട്ട് ഇങ്ങനെ പോകും. വേറെ ഡോർസോ ടക്കൊന്നും ഇടേണ്ട കാര്യമില്ല. പ്രിൻസസ് കട്ട് ബ്ലൗസിന് കണ്ട കറക്റ്റായി നിൽക്കും. നല്ല ബോഡി ഷേപ്പിംഗ് ഉള്ളവർക്കൊക്കെ പ്രിൻസസ് കട്ട് ബ്ലൗസ് നല്ല സൂപ്പറായി വരും. പ്രിൻസസ് ബ്ലൗസ് തയ്ച്ചിട്ടാൽ നിങ്ങൾക്ക് തന്നെ തയ്ച്ച് നോക്കാവുന്നതാണ്. ഞാൻ ഓരോന്നും പറഞ്ഞ് കാണിച്ച് മനസ്സിലാക്കി തരാം. ഇത് ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞു. ഇനി ഇതിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിങ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഉള്ളിലെ പീസിനെ ഇതുമ്പോൾ തന്നെ വെച്ചടിക്കുക. ഇതിപ്പോൾ തൽക്കാലം നമ്മളൊരു ഉള്ളിലെ പീസിന് ഒരു അടി അടിച്ചിട്ട് കൊടുക്കുക. ഉള്ളിലെ പീസ് അങ്ങനെ തന്നെ കിടക്കും. ഇത് കാണിക്കാൻ വേണ്ടിയുള്ള സിമ്പിൾ മാത്രമാണ്.
ഫ്രണ്ടിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വന്ന് ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് മാറ്റി വയ്ക്കാം. ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. ഇത് 2 പീസാണ് വരിക. ഇതൊരു സൈഡ് വരും, ഇത് മറ്റേ സൈഡും വരും. ഇങ്ങനെ 2 സൈഡ്. ഇതിന് നമ്മൾ ഹുക്കിന് വേണ്ടിയിട്ട് സിബ് കൊടുക്കേണ്ടവർക്ക് സിബ് കൊടുക്കുക. സിബ് കൊടുക്കേണ്ടവർക്ക് ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ ഹുക്കിന് വേണ്ടിയിട്ട് പൊടി കൊടുക്കണം. അപ്പോൾ 2 കഷ്ണം ഇങ്ങനെ വെട്ടിയെടുക്കുക. പൊടി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിക്കുള്ള പീസാണ് ഇനി നമ്മൾ എടുക്കുന്നത്. 2 പീസ് നമ്മളെ കഴുത്തിൻ്റെ ഭാഗത്തിന് എടുക്കുക. ഒന്ന് അളവ് നോക്കണം. തുണി കുറവുള്ളത് നമ്മൾ സുമാറ് വെച്ച് നോക്കാതെ വെട്ടിയാൽ പണി കിട്ടും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത വിധത്തിൽ വരും. അപ്പോൾ അതൊക്കെ നോക്കണം, ശ്രദ്ധിക്കണം. തുണി പീസ് എടുക്കുന്നത് മാറിടാൻ എത്തുമെന്ന് നോക്കണം. ഇനി വേണ്ടത് ഒരു മാറ്, ചെറിയ മാറ്, കുറച്ച് വീതി കുറക്കണം. ഇത് കുറച്ച് വീതി കുറച്ച്, അതായത് നമുക്ക് ഹുക്ക് ഇടാനുള്ള മാറാണ്. ഇത് കുറച്ച് വീതിയിൽ കൊടുക്കണം. ഇത് ഇതിന്മേലെ നമ്മളെ ഹുക്കിൻ്റെ ഐ എന്ന് പറയും. ഹുക്ക് കൊളുത്തേണ്ട സാധനം വരുന്നത്. ഇനി ഇത് മേൽമാറിന് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. മേൽമാറ് വെക്കേണ്ടത് കാണിച്ചു തരാം. നല്ല വശത്തുനിന്ന് വെക്കുക. ഇത് നല്ല വശം ഇങ്ങനെ മുകളിലോട്ടാക്കി വെച്ചിട്ട് ഈ പീസിനെടുത്തിട്ട് മേലെ ഭാഗം നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് തുമ്പിനെ അങ്ങോട്ടാക്കിയിട്ട് ഇനി ഇതിനെ ചെറിയൊരു രീതിയിൽ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇതിനെ ഒരു മേലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എപ്പോഴും മേലടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. വൃത്തി പതിഞ്ഞ് കിടക്കാൻ മേലടി അടിക്കുന്നത് നമുക്ക് പതിഞ്ഞ് കിട്ടാൻ നല്ലതായിരിക്കും. ഇനി ഇതിനെ ഈ മാറിന് നമ്മൾ ചെയ്യേണ്ടത് അകത്തോട്ട് മാറ് ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് പോയി ഇതിനെ അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു കഷ്ടി ഒരു 3/4 ഇഞ്ച് വീതിയാണ് ഈ മാറിന് വേണ്ടത്. ആ മാറിനെ ഒരു 3/4 ഇഞ്ച് വീതിയാക്കിയിട്ട് ബാക്കിൽ സിബ് കൊടുക്കാറുണ്ട്. സിബ് കൊടുക്കേണ്ട വീഡിയോ അടുത്ത വീഡിയോയിലോട്ട് കാണിച്ചു തരുന്നത്. ഇതിപ്പം മാറിട്ടിട്ടുണ്ട്. ഇത് മേൽമാറ് എന്ന് പറയും. ഇനി അടിമാറ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വെച്ച് നോക്കണം, ഒറ്റയടിക്ക് ചെയ്യരുത്. ഇത് മേൽമാറ് വന്ന് ഇനി അടിമാറ് നമ്മൾ ചെയ്യേണ്ടത് അടിമാറ് താഴെ നിന്ന് വരാൻ കുഴപ്പമൊന്നുമില്ല. താഴെ നിന്ന് ഇങ്ങനെ ഇതുപോലെ അടിച്ചെടുക്കുക. ഓക്കെയാണ്. അടിച്ചെടുത്തു. താഴെ മാറി ഒരടി അടിക്കുക. അതിന് നമ്മളിപ്പോൾ പതിച്ചു കൊടുക്കുക. പതിച്ചടിപ്പ് കൊടുക്കണ്ട. ഇനി മാറിയിടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേൽമാറ് ഇങ്ങനെ അകത്തോട്ടാണ് കൊടുത്തത്. ഡബിൾ മടക്കി കൊടുത്തു. ഇങ്ങനെ തുമ്പ് മടക്കിയിട്ട് ഇങ്ങനെ അകത്തോട്ട് കൊടുത്തു. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നേരെ ഒരു 3/4 ഇഞ്ച് വീതി മാറ് നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് കിട്ടണം. മനസ്സിലായെന്ന് തോന്നുന്നു. സ്റ്റിച്ച് നോക്കുക. ഇത് പുറത്തോട്ട് ഇങ്ങനെ വരും. മേൽമാറ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടക്കി ഇങ്ങനെയാണ് മേൽമാറ് കൊടുത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ വരും മേൽമാറ്. ഇത് അടിമാറ് എന്ന് പറയും. അടിമാറ് കൊണ്ട് ഒരു സ്റ്റിച്ചോട് കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരും അടിമാറ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ തുമ്പ് തട്ടുന്ന വിധത്തിൽ കുറച്ച് വീതി കുറവായിരുന്നു. തുണി ഉള്ളതായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇതൊരു മടക്കൂടെ മടക്കാനുള്ള തുണിയിലിട്ടിട്ട് വേണം കണ്ട അടിമാറ്. ഇനി അടിമാറിനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഹുക്ക് തുന്നാനുള്ള ഐ എന്ന് പറയുന്നത് തുള. അത് നമ്മൾ ഇതിപ്പോൾ തന്നെ ഈ മാറ് വെച്ച് അടിക്കുമ്പോൾ തന്നെ ഇവിടെ വെച്ച് കൊടുക്കാറുണ്ട്. അത് അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കണില്ല. ഇതേപോലെ അടിമാറ്.
ഇനി ഇങ്ങനെ വരും, ഈ മോറിൽ ഉക്ക് വരും, ഈ മോറിൽ അരി വരും. കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ബാക്കല്ല ഫ്രണ്ട് ഇത് ഇങ്ങനെ വരും. ഇത് ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വരും. ഉക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ.